എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പലരും നെർവസ് ആയി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നാലോ പകുതി വെച്ച് സ്റ്റോപ്പായി കൺഫ്യൂസ്ഡ് ആയി അടുത്തത് എന്തായിരിക്കുമെന്ന് ആലോചിച്ച് സ്റ്റക്ക് ആയിരിക്കും. റൈറ്റ്? അതാണ് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. അപ്പോ കറക്റ്റ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കിയാലോ. ആദ്യത്തെ 2 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ടൊന്ന് നിങ്ങൾ വായിച്ചു നോക്കാനുള്ള ക്ഷമ കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ, മീഡിയം ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് ഈസി ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. റീസൺ സിമ്പിൾ ആണ്. ഈസി ആയിട്ടുള്ള ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി കൂടും. കോൺഫിഡൻസ് കൂടുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ബെറ്റർ ആയിട്ട് തിങ്ക് ചെയ്യും. രണ്ടാമത്തെ ടിപ്പ് എന്നത് ആൻസർ എഴുതുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള പോയിന്റ്സ് ആക്കി എഴുതുക. പാരഗ്രാഫ്സ് എഴുതരുത് എന്നല്ല, പക്ഷെ ഇടയിൽ പോയിന്റ്സ് കൂടെ ആക്കി എഴുതുക. ബിക്കോസ് എക്സാമിനർക്ക് ആൻസർ ക്വിക്ക് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് നിങ്ങളുടെ മാർക്ക് കൂട്ടാൻ സഹായിക്കും. ലാസ്റ്റ് ടിപ്പ് ടൈം മാനേജ്മെന്റ് ആണ്. ഓരോ ക്വസ്റ്റിന്റെയും മാർക്കിനനുസരിച്ച് വേണം ആൻസർ എഴുതാൻ, അല്ലെങ്കിൽ ടൈം തികയാതെ പോകും. പിന്നെ ലാസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് എടുത്ത് ആൻസർ ഷീറ്റ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്സിംഗ് പോയിന്റ്സ് ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ, രജിസ്റ്റർ നമ്പർ കറക്റ്റ് ആയിട്ടാണോ ഇട്ടിരിക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ് ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഈ സിമ്പിൾ സ്ട്രാറ്റജീസിലൂടെ നിങ്ങളുടെ മാർക്ക് കൂട്ടാനായിട്ട് സാധിക്കും. സോ ഗൈസ്, നാളത്തെ എക്സാമിൽ ഈ 3 കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്യണം.